ഏറ്റവും മികച്ച ആശയങ്ങൾ നമ്മൾ ടോയ്ലറ്റിൽ നിന്നാണ് കിട്ടുക എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടോ? നിങ്ങൾ കേട്ടില്ലെങ്കിൽ ഇപ്പോൾ കേട്ടു. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ലേ? ഒരുപക്ഷെ ടോയ്ലറ്റിന് പുറത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ആശയം മറന്നുപോയിട്ടുണ്ടാവും. ഇതെങ്ങനെയാണ് ഈ ടോയ്ലറ്റ് വരുന്ന സമയത്ത് ഇത്രമാത്രം ആശയങ്ങൾ വരുന്നത്? ചില ആൾക്കാർക്ക് അത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് പുതിയ ആശയങ്ങൾ വരും. അത് കുറച്ച് കഴിയുമ്പോൾ അത് മറന്നു പോകും. ഇതെന്തുകൊണ്ടാണ് ഈ ഒരു പ്രതിഭാസം ഉണ്ടാവുന്നത്? ഇത് ഞാൻ മറ്റൊരു വീഡിയോ പറഞ്ഞൊരു കാര്യമാണ് ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ബ്രെയിൻ എപ്പോഴും ഒരു റിലാക്സ്ഡ് സോണിനകത്ത് വന്നു കഴിയുമ്പോൾ അതിനകത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു നെറ്റ്വർക്ക്, ബ്രെയിനകത്ത് പല നെറ്റ്വർക്കുകളുണ്ട്. അതിലൊന്നാണ് ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്ക്. ഡീഫോൾട്ട് മോഡ് നെറ്റ്വർക്കിൽ ഒരു എന്താ പറയുക, ഒരു ഓട്ടോ പൈലറ്റ് മോഡിലായിരിക്കും ബ്രെയിൻ. ആ സമയത്ത് ക്രിയേറ്റ് ചെയ്യാവുന്ന പല ഐഡിയകളും പല ആശയങ്ങളും ബ്രെയിനിന് ക്രിയേറ്റ് ചെയ്ത് തരാൻ സാധിക്കുന്നുണ്ടാവും. ഇവിടെ ആ കൂട്ടുള്ള ഒരു ചലഞ്ച് പലപ്പോഴും ഈ ഐഡിയകൾ അത് കുറച്ച് കഴിഞ്ഞ് നമുക്ക് മെമ്മറൈസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് വളരെ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾക്കാർ അല്ലെങ്കിൽ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള പല ആൾക്കാരുടെയും ആത്മകഥയൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ അവരുടെ ഇന്റർവ്യൂ കേൾക്കുകയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ടാവും അവരുടെയൊക്കെ മിക്കവരുടെയും ടോയ്ലറ്റിൽ തന്നെ ഒരു സ്ലിപ്പ്, ഒരു ചെറിയ പാഡ് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഐഡിയ വരുന്ന സമയത്ത് തന്നെ ഒരു എഴുതി വെക്കുന്നുണ്ടാവും. നല്ലൊരു ഐഡിയ ആണിത്. കാരണം അതിനുശേഷം നിങ്ങൾ പുറത്തു വന്ന ശേഷം ചിലപ്പോൾ ആലോചിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഓർമ്മിക്കാൻ തന്നെ സാധിച്ചെന്ന് വരില്ല. സോ ഇറ്റ്സ് എ ബ്രില്യന്റ് ഐഡിയ. ഇപ്പൊ ഞാനൊരു ഐഡിയ അങ്ങോട്ട് തരാണ്. ഇപ്പോൾ ഒന്നും ഐഡിയ അല്ല എങ്കിൽ പോലും ഇത് നിങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രാവർത്തികമാക്കാവുന്നതാണ്. കുറച്ചുകൾ കഴിയുമ്പോഴത്തേക്ക് എന്തുമാത്രം ഐഡിയകൾ നിങ്ങളുടെ ആ ഒരു ഐഡിയ പാഡിനകത്ത് ഉണ്ടായിട്ടുണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഇനിയിപ്പോൾ പാഡ് ഇല്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഏറ്റവും നല്ലത് എപ്പോഴും എഴുതുന്നതാണ് കേട്ടോ. എഴുതുമ്പോൾ ഉള്ള ഒരു കൈ അനക്കുന്ന സമയത്ത് നമ്മളുടെ കെനസ്തെറ്റിക് ആയിട്ടുള്ള രജിസ്ട്രേഷൻ, നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന രജിസ്ട്രേഷൻ വളരെ ഇമ്പാക്ട്ഫുൾ ആണ്. അത് നമ്മളുടെ മൊബൈലിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് മാത്രം കിട്ടിയെന്ന് വരില്ല. സോ എഴുതുന്നതാണ് ഏറ്റവും നല്ലത്. അതില്ലെങ്കിൽ നിങ്ങൾക്ക് ഫോണിൽ ഒരു നോട്ട് പാഡ് ഓൺ ചെയ്ത് വെച്ച് അതിലും നിങ്ങൾക്ക് ടൈപ്പ് ചെയ്ത് വെക്കാം. അപ്പോൾ തന്നെ ചെയ്തോണം, പിന്നെ മറന്നു പോരും.